are discussing chapter 3 number system. That first one, it is natural number. Counting numbers are also known as natural numbers, that is 1, 2, 3, 4 etc. Natural numbers. Then next portion it is prime numbers. Prime numbers no change. The natural numbers which is greater than 1, whose factors are only 1 and that number itself. Then composite numbers are also numbers which are not prime numbers. Prime numbers allathathana composite numbers. For example, 4, 6, 8. Smallest composite number 4 ആണ് വരുന്നത്. 2 എന്ന് പറയുന്ന prime number ആണ്. Only even prime number 2 ആണ്. പിന്നെ prime numbers 3, 5, 7. 1 എന്ന് പറയുന്ന prime number അല്ല, composite number ആണ്. Then natural numbers together with 0 are whole numbers. ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ഒരു പോർഷൻ ആണ്. ഫുൾ ചാപ്റ്റർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിവ്യൂ പോലെ പറയുന്നതാണ്. പിന്നെ ഉള്ളത് വോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും വലിയ വോൾ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാ വോൾ നമ്പേഴ്സിനും പ്രിഡീസസർ ഉണ്ട് എക്സെപ്റ്റ് 0. അതുപോലെ തന്നെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും സക്സസർ ഉണ്ട്, പക്ഷേ പ്രിഡീസസർ 1ന് പ്രിഡീസസർ ഇല്ല. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സീറോസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഇൻറ്റീജർ കിട്ടുന്നത്. പിന്നെ വരുന്നത് റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പർ എന്ന് പറയുന്ന ഏതൊരു നമ്പറിനെയും എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം p/q where p and q are integers. ഇപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ റാഷണൽ നമ്പർ ആണ്, കാരണം അതിനെ നമുക്ക് 25/1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു നമ്പറിനെയും നമുക്ക് p/q ഫോമിൽ എഴുതാം. പിയും ക്യൂവും ഇൻറ്റീജർ ആയിരിക്കണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനത്തേനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓരോരോ പോർഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇതൊരു ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. അപ്പോൾ എല്ലാ പോർഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം 3/5ൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. ആദ്യം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/10 കിട്ടും. ഇനി നമ്മൾ അടുത്ത ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ 3/5നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 9/15 കിട്ടും. നമ്മൾ ഒരെണ്ണം മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തതിൻ്റെ അകത്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഒരു സമയം തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൽ -3/2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്. അതിൻ്റെ ന്യൂമറേറ്ററിനെ 15 ആക്കി മാറ്റണം. അപ്പം -3യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുന്നത്? ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുന്നത്. അപ്പം -3ൻ്റെ കൂടെ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററും -5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എത്രയാണെന്ന് കിട്ടും? 15/-10 ആണ്. ഇനി ഇപ്പം ഡിനോമിനേറ്ററിനെ 10 ആക്കി മാറ്റണമെങ്കിൽ 2നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഏത് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -15/10 എന്ന ആൻസർ വരും. ഇനി അടുത്തത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. -1 കൊണ്ട് ഇപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിനെ -1 കൊണ്ട് ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഏതെങ്കിലും ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടും. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ റാഷണൽ നമ്പേഴ്സ് 2/-5ഉം -2/5ഉം രണ്ട് സെയിം തന്നെയാണ് വരുന്നത്. 2/-5ൽ ഡിനോമിനേറ്റർ ആണ് നെഗറ്റീവ്, ന്യൂമറേറ്റർ അടുത്തതിൻ്റെ അകത്ത് -2ൻ്റെ അകത്ത് ന്യൂമറേറ്റർ ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. രണ്ട് ന്യൂമറേറ്ററും നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ റാഷണൽ നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. കാരണം നെഗറ്റീവ് നമ്പർ ബൈ നെഗറ്റീവ് നമ്പർ, ആ നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും. അല്ല ഏതെങ്കിലും ഒരിടത്തെ നെഗറ്റീവ് ഉള്ളെങ്കിൽ അതെന്തായിരിക്കും? ആൻസറും നെഗറ്റീവ് തന്നെയായിരിക്കും വരുന്നത്. ഇനി റാഷണൽ നമ്പേഴ്സ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് -2/5 ആണെങ്കിൽ അതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5 ഈക്വൽ പാർട്സ് ആയിട്ട് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നെഗറ്റീവ് ആകുമ്പോൾ ബാക്ക്വേർഡ് ആണ് പോകുന്നത്. ആദ്യത്തെ ഫ്രാക്ഷൻ ആദ്യത്തെ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന -1/5, പിന്നെ -2/5, പിന്നെ -3/5, -4/5, -5/5 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. പിന്നെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നു.
3/4 അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ്, കാരണം അതിൻ്റെ അകത്ത് രണ്ടിൽ ഫാക്ടേഴ്സ് 1 ആണ് കോമൺ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റില്ല. ഇപ്പോൾ 12/24 എടുക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, കാരണം 12ലും 24ലും 12 കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 1/2 ആണ് കിട്ടും. അപ്പോൾ 1/2 എന്ന് പറയണത് അതെന്താണ്? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് വരുന്നത്. ഇനി അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ട് റാഷണൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് നമ്പർ ആയിരിക്കും ചെറുത്. 0, 1, 2, 3 ഓൺവേർഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ ആ നമ്പർ ആയിരിക്കും വലിയത്. നെഗറ്റീവ് നമ്പറിനേക്കാൾ വലിയ നമ്പർ 0 തന്നെയാണ് വരുന്നത്. A rational number is greater than another rational number if it lies to the right of the other on the number line. നമ്പർ ലൈനിന്റെ റൈറ്റിലേക്ക് പോകുന്തോറും ആണ് അത് വലിയതായിട്ട് വരുന്നത്, ലെഫ്റ്റിലേക്ക് പോകുന്തോറും അത് ചെറുതായിക്കൊണ്ടേയിരിക്കും. പിന്നെ രണ്ട് റാഷണൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ 5/-12 -3/8 രണ്ടിനെയും എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ നെഗറ്റീവ് കൊണ്ടുവരും. അപ്പം -5/12 -3/8 വരും. ഇനി നമ്മൾ ഈ HCF LCM എടുക്കണേക്കാൾ നല്ലത് ക്രോസ് ചെയ്യുക. ആദ്യം പോസിറ്റീവ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുക. 5/12 3/8 എടുക്കുക. 5/12 5ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് ചെയ്യുക. 5 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 കിട്ടും. 12ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടും. 40 ആണോ 36 ആണോ വലിയത് നോക്കുക. 40 വലിയത്. അപ്പോൾ പോസിറ്റീവ് നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ 5/12 ആയിരിക്കും വലിയത്. അപ്പോൾ നെഗറ്റീവ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ നമുക്ക് -3/8 ആണ് വലിയതായിട്ട് കിട്ടുക. കണ്ട, ഇങ്ങനെ ക്രോസ് ചെയ്താലും മതി. -8ഉം 9ഉം ക്രോസ് ചെയ്യുക, -7ഉം -11ഉം ക്രോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് ആരാണ് വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എഴുതുക. നെഗറ്റീവിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും വലിയതായിട്ട് വരുന്നത്. എപ്പോഴും ഈ സൈൻ സെയിം തന്നെ ആയിരിക്കണം. ന്യൂമറേറ്ററിലെ സൈനെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററിൽ തന്നെ സൈൻ വേണം. അബ്സല്യൂട്ട് വാല്യൂ എന്നൊരു പുതിയ കൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഒരു നെഗറ്റീവ് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് 5/9 എന്ന് പറയുന്നത് 5/9 തന്നെയാണ്. പിന്നെ പോസിറ്റീവ് ഓഫ് 5/9 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 5/9 തന്നെയായിരിക്കും. അപ്പം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2/3 + 4/7 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. ആൻസറിന് നെഗറ്റീവ് ഇല്ലെങ്കിൽ ആൻസർ എന്ത് തന്നെ? 26/21 തന്നെ. മറ്റേതിൻ്റെ അകത്ത് -10/3 ആണ് വരുന്നത്. ഈ അബ്സല്യൂട്ട് വാല്യൂവിന്റെ അകത്തുള്ള -10/3 എന്തായിട്ട് മാറും? പോസിറ്റീവ് 10/3 ആയിട്ട് മാറും. പക്ഷെ അതിന്റെ പുറത്ത് സൈൻ ഉള്ളതുകൊണ്ട് അവിടെ എന്തായിട്ട് മാറുകയാണ്? നെഗറ്റീവായിട്ട് വരുവാണ് എ. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെഗറ്റീവ് എ തന്നെയാണ്, പോസിറ്റീവ് എ. ഇവിടെ എക്സസൈസ് പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ വരുന്നത് ഓപ്പറേഷൻ ഓൺ റാഷണൽ നമ്പർ. നമുക്ക് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഈ അഡീഷൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? LCM മെത്തേഡ് എടുക്കുക. ഇപ്പോൾ 5 - 20 50. അതിൽ -20നെ മൈനസ് മുകളിലേക്ക് എഴുതുമ്പോൾ -7/20 കിട്ടും. 5 20 50 ഇതിന്റെ LCM കാണുമ്പോൾ നമുക്ക് 60 കിട്ടും. എല്ലാ ഡിനോമിനേറ്ററിനെയും 60ലേക്ക് മാറ്റും. ആ സെയിം ടൈമിൽ തന്നെ ന്യൂമറേറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എയുടെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുന്നത്? എയുടെ കൂടെ നെഗറ്റീവ് എ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്. അപ്പൊ അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എ ആയിരിക്കും. ഇപ്പൊ 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ -5. 1/2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2. അല്ലെങ്കിൽ ഇപ്പൊ -3/4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ +3/4. ഇനി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും വരുന്നത്. ഇനി റാഷണൽ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ വരാൻ നേരത്ത് ഫ്രം കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് ഫസ്റ്റ് എഴുതേണ്ടത്. സബ്ട്രാക്ട് 3/4 ഫ്രം 7/6 എന്ന് പറയുമ്പോൾ ആദ്യം ആരെ എഴുതണം? 7/6 എഴുതിയിട്ട് വേണം 3/4 എഴുതാനായിട്ട്, -3/4. ഇനി എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ LCM മെത്തേഡ് എടുക്കുക. ഇനി പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 9 മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ മൾട്ടിപ്ലൈ 3 and 8. 2 times 9 it is 18. 3 times 8 it is 24. അല്ലെങ്കിൽ നമുക്ക് 2 8 ക്യാൻസൽ ചെയ്യാം.
2 8 ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 4 വരും. 9 3 ക്യാൻസൽ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 3 വരും. സോ ഇറ്റ് ഈസ് 3/4. പ്രോഡക്റ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിൽ നമുക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യും. ഡിവിഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കാം. ഇപ്പൊ P/Q ഡിവൈഡഡ് ബൈ R/S ആണെങ്കിൽ R/Sന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ അത് S/R ആണ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. P/Q ഇൻറ്റു S/R. ഇവിടെ കണ്ടോ 12/9. 12/9ന്റെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 12/9 9/12 ആയിട്ട് മാറും. അതിൽ കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും. 12ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 6 വരും. പിന്നെ 9ഉം 6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3ഉം 2ഉം വരും. അപ്പൊ 3/10 എന്ന് പറഞ്ഞു. ഇനി ഡിവിഷന്റെ കേസിൽ ഡിവിഷനും സബ്ട്രാക്ഷനും ഒരിക്കലും അസോസിയേറ്റീവിലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് കാരണം ഈ ആൻസർ ഈക്വൽ ആയിട്ട് കിട്ടില്ല. എക്സസൈസ് 3.2ന്റെ ആൻസർ ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയായിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ 2+3 എഴുതിയാലും 3+2 എഴുതിയാലും സെയിം തന്നെയായിരിക്കും. A+Bയും B+Aയും സെയിം തന്നെയായിരിക്കും. 1/2 + 1/3യുടെ ആൻസർ തന്നെയായിരിക്കും 1/3 + 1/2. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി A+B+C എന്ന് പറയുന്നത് തന്നെയായിരിക്കും A+B + C. ആദ്യം നമ്മൾ എക്കും ബിക്കും ബ്രാക്കറ്റ് ഇടും, പിന്നെ നമുക്ക് ബിക്കും സിക്കും ബ്രാക്കറ്റ് ഇടും. സെപ്പറേറ്റ് ആഡ് ചെയ്താലും ആൻസർ സെയിം തന്നെയായിരിക്കും. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സെയിം നമ്പർ തന്നെ കിട്ടുന്നത്. 5ന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 തന്നെ കിട്ടുള്ളൂ. അപ്പം 0 എന്ന് പറയുന്നതാണ് അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി സെയിം തന്നെ കിട്ടും. A+0 = A = 0+A അങ്ങനെ വരുന്നതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. എയുടെ കൂടെ -A ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടും. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഈ ക്ലോഷർ പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യും. രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പർ തന്നെ കിട്ടുള്ളൂ. പക്ഷെ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയോ അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, റാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. A × B എന്ന് പറയുന്നത് തന്നെയാണ് B × A. ഇപ്പോൾ 1/2ഉം 1/3ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ തന്നെയായിരിക്കും 1/3ഉം 1/2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ 3 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ രണ്ട് നമ്പറായ 3/4ഉം 4/5ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 4/5ഉം 5/6ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം തന്നെയായിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നത്. A × 1 = 1 × A = A. അപ്പൊ എയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നത്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിപ്രോക്കൽ. ഇപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. അപ്പം എയുടെ കൂടെ 1/A മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. ഇപ്പൊ 2ന്റെ കൂടെ 2ന്റെ റെസിപ്രോക്കലായ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് -1, 1ന്റെ 1 തന്നെ 2/3യുടെ 3/2 റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യും. പിന്നെ 0യുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് A × 0 എന്ന് പറയുന്നത് തന്നെയാണ് 0 × A എന്ന് പറയുന്നത് അത് തന്നെയാണ് 0. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി A × B+C എന്ന് പറയണതാണ് ആദ്യം എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് A × C. A × B - C എന്ന് പറയണതാണ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് A × C ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡിവിഷൻ. ഡിവിഷനും ഇപ്പൊ രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റാഷണൽ നമ്പർ കിട്ടും. പക്ഷെ അത് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കമ്മ്യൂട്ടേറ്റീവ് ലോയോ അസോസിയേറ്റീവ് ലോയോ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. ഇനി ആ നമ്പറിനെ സെയിം നമ്പറും കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 5 ഡിവൈഡഡ് ബൈ 5 = 1ഉം 5 ഡിവൈഡഡ് ബൈ 1 = 5 ആയിരിക്കും എന്നത്. പിന്നെ ആ നമ്പറിനെ അതിന്റെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ A ഡിവൈഡഡ് ബൈ -A എന്ന് പറയുന്നത്
-1 ആയിരിക്കും. എക്സസൈസ് 3.3 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെഷൻ ഇതിൻ്റെ അത് എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അത് ഇട്ടിട്ടുണ്ട്. To find a rational numbers between two given rational number. രണ്ട് റാഷണൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ കണ്ടുപിടിക്കാം. ഇപ്പം 10നും 11നും ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 10.1 ഒരു റാഷണൽ നമ്പർ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 101 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ 10നും 11നും ഇടയ്ക്ക് 10.5 എന്ന് പറയുന്നത് 21/2. അതിൻ്റെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10ഓ 100ഓ 20ഓ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് പോർഷൻ ഡെൻസിറ്റി പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഈ ഡെൻസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് between two rational number x and y there is always a rational number half of that number. ഇപ്പം 5നും 10നും ഇടയ്ക്ക് അല്ലെങ്കിൽ 5നും 6നും ഇടയ്ക്ക് ഉറപ്പായിട്ടും ഒരു റാഷണൽ നമ്പർ 5.5 എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. അതിൻ്റെ ആ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് 5ഉം 6ഉം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ വൈ. എക്സസൈസ് 3.4 ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇനി ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റാഷണൽ നമ്പർ. നമ്മൾ ഇനി റാഷണലിലേക്ക് കടക്കുവാണ്. ആദ്യമേ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു ടേം പർട്ടിക്കുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് റാഷണൽ നമ്പർ ആണ്. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ എൻഡ് ചെയ്യുവാണെങ്കിൽ അതും റാഷണൽ നമ്പർ ആണ്. ടെർമിനേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകും. ഇപ്പം 1.5 അല്ലെങ്കിൽ ഇപ്പം 10ന് നമ്മൾ 2 കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് പറയുന്നത് 0.5 അത്രേ ആൻസർ ഉള്ളൂ. അതും റാഷണൽ നമ്പർ ആണ്. ഇപ്പോൾ 0.5555 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതും അതും റാഷണൽ നമ്പർ തന്നെയാണ്. ഒരു പാറ്റേൺ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത് റാഷണൽ നമ്പർ. ഇപ്പോൾ 0.142 142 142 അതും റാഷണൽ നമ്പർ ആണ്. അതെന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല, പക്ഷെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് റാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല. ഒരു പാറ്റേൺ പോലെ ഫോം ചെയ്യും. ഇപ്പോൾ 0.1 0.2 0.3 0.4 അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രത്യേകത. ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആണോ നോക്കുക. ഇവിടെ 9 റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ അത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 4.125 അവിടെ വെച്ച് തീർന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണ്. പിന്നെ ഇത് ലോങ് ഡിവിഷൻ വെച്ച് എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് സിമ്പിളാണ്. 1/7 വാല്യൂ വന്നു കഴിഞ്ഞാൽ 2/7 കണ്ടുപിടിക്കാൻ അതിനെ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 0.6 ബാർ എന്ന് പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉള്ളെങ്കിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉള്ളെങ്കിൽ 1000 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ എത്ര നമ്പർ ഓഫ് റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് 0 കൊടുക്കണം. 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്പറും മറ്റേ നമ്പറും കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 10x - x എത്രയാണെന്ന് കണ്ടുപിടിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ തന്നെയാണ്. 0.6 + 0.7 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അത് 0.7 ബാറിനെ റാഷണൽ ഫോമിലേക്ക് മാറ്റുക, 0.47 ബാറിനെ റാഷണൽ ഫോമിലേക്ക് മാറ്റുക, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യുക. ഈ ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴായിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട എത്രയാമത്തെ 16ാമത്തെ ഡിജിറ്റ് കഴിയുമ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ എക്സസൈസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു റാഷണൽ നമ്പേഴ്സ്. റൂട്ട് ഓഫ് എനി പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ് വരുന്നത്. എനി നമ്പർ ദാറ്റ് ക്യാൻ നോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം p/q. p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. പിയും ക്യൂവും ≠ 0 ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇറാഷണൽ നമ്പർ എന്നുള്ളത്.
പിന്നെ 2√2 അല്ലെങ്കിൽ √8 അതൊക്കെ റാഷണൽ നമ്പർ ആണ്. പക്ഷെ റൂട്ടിന്റെ അകത്ത് പ്രൈം നമ്പർ വരുന്നത് ഉറപ്പായിട്ടും ഇറാഷണൽ നമ്പർ ആണ്. ഇറാഷണൽ നമ്പർ ഇറാഷണലും കൂടി ചേർന്നുണ്ടാവുന്ന വലിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് R. റാഷണൽ നമ്പറിനെ ക്യൂവും ഇറാഷണൽ നമ്പറിനെ നമ്മൾ Q' ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എവരി ഇറാഷണൽ നമ്പർ ഈസ് റിയൽ നമ്പർ. എല്ലാ ഇറാഷണൽ നമ്പറും റിയൽ നമ്പർ ആണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ? അതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് ചെറുതാണെങ്കിൽ ട്രൂ ആയിരിക്കും. ഈ റിയൽ നമ്പർ ആണ് ഏറ്റവും വലിയ സെറ്റ്, ഇറാഷണൽ നമ്പർ അതിന്റെ ചെറിയ സെറ്റാണ്, അത് തന്നെ അത് ട്രൂ ആയിരിക്കും. എവരി റിയൽ നമ്പർ ഈസ് എ റാഷണൽ നമ്പർ, അത് ഫോൾസ് ആണ്. കാരണം റിയൽ നമ്പർ ആണ് വലിയ സെറ്റ്. വലിയ സെറ്റ് ഒരിക്കലും ചെറിയ സെറ്റിന്റെ ഇതിലായിട്ട് വരാൻ പറ്റില്ല. പിന്നെ കൺസ്ട്രക്ഷൻ ഉണ്ട്, √5 √7 അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ. പിന്നെ നമ്പർ ലൈനിൽ √13 റെപ്രസെന്റ് ചെയ്യാൻ. പിന്നെ സ്പൈറൽ റെപ്രസെന്റേഷൻ, അതിൻ്റെ എക്സസൈസ്. പിന്നെ ഓപ്പറേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. റാഡിക്കൽസ് എന്ന് പറയുന്ന ആ റൂട്ടിന്റെ പുറത്ത് കിടക്കുന്നത്, അതിനെ സേർട്സ് എന്നും കൂടി പറയാറുണ്ട്. റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ടിന് നമ്മൾ സെപ്പറേറ്റ് നമ്പർ ഒന്നും എഴുതാറില്ല. പക്ഷെ ക്യൂബിക് റൂട്ട്, ഫോർത്ത് റൂട്ടൊക്കെ വരുമ്പോൾ റൂട്ടിന്റെ മുന്നിൽ നമ്മൾ 3, 7, 4 അങ്ങനെയൊക്കെ എഴുതും. പിന്നെ √a × b √a × √b എന്ന് എഴുതാം. പിന്നെ √(a + b × √(a - b) a - b, കാരണം a² - b² എന്നുള്ള ഫോമിൽ വരും. പിന്നെ √a + b √(a + √(b) (2) എന്ന് പറയുമ്പോൾ a + b (2)ന്റെ ഐഡന്റിറ്റി കൊടുക്കണം. റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് അറിയാൻ ആദ്യമേ അത് സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പൊ √9/27 √9 എന്ന് പറയുന്നത് ഇറാഷണൽ അല്ല, അത് റാഷണൽ ആണ്. കാരണം √9ന്റെ വാല്യൂ 3 ആണ്. പക്ഷെ √27 ഇറാഷണൽ ആണ്. അപ്പോൾ 1/√3 എന്ന് പറയുന്നത് നമുക്ക് ഇറാഷണൽ ആയിട്ട് കിട്ടും. ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ പാടില്ല. റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ റാഷണലൈസ് ചെയ്യണം. അതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ അകത്തേക്ക് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/√7 ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു. അപ്പോൾ അതിനെ റാഷണലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഡിനോമിനേറ്ററിൽ റൂട്ട് ഇല്ലാതെ. ഇനി രണ്ട് ടേംസ് ആണ് വരുന്നത്, √7 - √6 ആണ് വരുന്നതെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. √7 + √6 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് ഇല്ലാതെ വരുന്നതായിരിക്കും എയുടെ വാല്യൂ. എന്ന് പറയുന്നത് ഇവിടെ 11. പിന്നെ h² + a തന്നിട്ടുണ്ടെങ്കിൽ a² + 1/a² കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് a + 1/a² കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് -2 ചെയ്തേച്ചാൽ. പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. അതിന്റെ റൂട്ടിന്റെ അകത്ത് ഈവൻ നമ്പേഴ്സാണ് വരുന്നെങ്കിൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതിയിട്ട് ചെയ്യും. ഇത് ഓർത്തോളൂ, x + y² - 2xy എന്ന് പറയുന്നതാണ് x² + y². ഇനി എക്സസൈസ് 3.7 ലാസ്റ്റ് എക്സസൈസ് ആണ് 3.7. പിന്നെ ഇത് 10th പോർഷൻ ആണ്. ഇപ്പൊ p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. p ഡിവൈഡ്സ് a² ആണെങ്കിൽ p ഡിവൈഡ്സ് a എന്ന് വെച്ച് കഴിഞ്ഞാൽ 5², 25നെ 5 കൊണ്ട്, 25 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 5 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് 5 എന്ന് പറയുന്ന നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ √2 ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്, √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യമേ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുക. √2 എന്ന് പറയുന്ന റാഷണൽ ആണെന്ന് എടുക്കുക. പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കോൺട്രഡിക്ഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും √2 റാഷണൽ ആണ്. ഇത് a/b ഫോമിൽ എഴുതുക. ഇതൊക്കെ 10th പോർഷൻ ആണ്. ഈ a/b ഒരു സൈഡ് റാഷണലും ഒരു സൈഡ് ഇറാഷണലും കൊണ്ടുവരിക, എന്നിട്ട് അത് കോൺട്രഡിക്റ്റ് ചെയ്യുക. ഇനി 3.8 ഇതോടുകൂടി എക്സസൈസ് തീർന്നു. 2.8 പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ ചോയ്സ്. എവരി റാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ ആണ്. കാരണം ചെറിയ നമ്പർ എന്ന് പറയുന്നത് വലിയ നമ്പറിന്റെ സെറ്റിന്റെ അകത്ത് വരികയാണ്. ബിറ്റ്വീൻ 2 റാഷണൽ നമ്പറിന്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് വരാം. ഒരു റാഷണൽ നമ്പർ തന്നെയല്ല, ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പർ.
ഇവിടെ 2√3 പ്ലസ് √3 എന്ന് പറയുമ്പോൾ 1√3 ആണ് തന്നെ. 2 + 1 3√3, 3√3 എന്ന് 2√3 കുറയ്ക്കുമ്പോൾ 1√3 അല്ലെങ്കിൽ സിംപ്ലി √3. ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ളത് അസേർഷൻ റീസൺ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ കോമ്പിറ്റൻസി ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചാപ്റ്റർ 3 കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ് ജോമെട്രി ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു. Amen.